ഇതാ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്നുണ്ടാകും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളാണ് കൃഷി ചെയ്യുന്നത്. മഞ്ഞൾ വളരെ നന്നായിട്ട് നല്ല രീതിയിൽ വിളവ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്യുക. ആദ്യം നിലം നമ്മൾ സ്വല്പം മണ്ണിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് അവിടെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ചാണകമൊന്നുമല്ല കേട്ടോ, പച്ചിലയും ഉണക്കയിലൊക്കെ വളമാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണിത്. ഈ കമ്പോസ്റ്റ് ഒരു ബെഡ് പോലെ നമ്മൾ നീട്ടി നിവർത്തി അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നീണ്ട് നിവർന്നാണ് ഇപ്പോൾ കിടക്കുന്നത്. നല്ലൊരു ഏരിയ ഉണ്ട്. മഞ്ഞളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പറമ്പിൻ്റെ ചുറ്റുഭാഗത്തും കാണുന്ന ഇതിൻ്റെയൊക്കെ ചുറ്റുഭാഗത്ത് കാണുന്ന പച്ചപ്പുല്ലുകളുണ്ട് കേട്ടോ. ഈ പച്ചപ്പുല്ലൊക്കെ ഇപ്പോൾ നമ്മൾ ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഇതിൻ്റെ ഈ ബെഡിന് അടുത്ത ലെയറായിട്ട് പച്ചപ്പുല്ല് ഇടാൻ പോകുന്നത്. അത് കണ്ടോണ്ടില്ലേ, ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ പച്ചപ്പുല്ല് നിങ്ങളിങ്ങനെ കൃത്യമായിട്ട് നോക്കുക. ഇതൊക്കെ ചുറ്റുഭാഗത്ത് നിന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ താഴത്തൊരു ലെയറിൽ നമ്മുടെ പറമ്പുകളിൽ നിന്നുള്ള ചപ്പും ചവറുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കമ്പോസ്റ്റാണ് ഇട്ടത്. അതിൻ്റെ മുകളിലേക്ക് എടുക്കുന്നത് ഇപ്പോൾ ഒരു ബെഡ് പോലെ ക്ലിയറായിട്ട് അങ്ങേയറ്റം വരെ കാണാം. പച്ചപ്പുല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളമാക്കി മാറ്റാനാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഈ മണ്ണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ പച്ച കക്ക മണ്ണിനകത്ത് ഇട്ടൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാനാണ്. കുമ്മായത്തിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് പച്ചക്കക്കയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് മണ്ണൊക്കെ റെഡിയാക്കിയതപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇപ്പോൾ അതേ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം ചാണകം കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉണക്ക ചാണകം കുറച്ച് നീളത്തിലിടുന്നുണ്ട്. ആ ഉണക്ക ചാണകം കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശരിക്കും മഞ്ഞൾ നടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പും ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ ഉണക്ക ചാണകം ഇട്ടിട്ട് പിന്നെ നമ്മൾ മണ്ണ് അതിൻ്റെ മുകളിലൊന്ന് വെട്ടിയിടും. നമ്മൾ ചുറ്റുഭാഗത്തുള്ള മണ്ണൊക്കെ വെട്ടിയിട്ടിട്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇപ്പോൾ മഞ്ഞളാണ് ചെറിയ കുഴിയാക്കിയിട്ടാണ് മഞ്ഞൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മഞ്ഞൾ ഇടുന്നതിന് മുമ്പ് നമ്മുടെ പച്ചപ്പുല്ലൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും മണ്ണൊക്കെ സൈഡിൽ നിന്നൊക്കെ കൊത്തിയെടുത്ത് അതിൻ്റെ മുകളിലോട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടാണ് നല്ലൊരു ബെഡാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ നല്ല മഞ്ഞളൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ആ മഞ്ഞളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോയിച്ചാൽ ആ മഞ്ഞൾ മണ്ണിട്ട് മൂടും. ഇതിങ്ങനെ മൂടുന്ന സമയത്ത് ഒരു പ്രത്യേകം തന്നെ കുറച്ചും കൂടെ കരിയിലയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതയിടുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കിളുത്താൻ കയറി വരുമ്പോൾ മാത്രമല്ല, ഇനി നമുക്ക് വളരെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി അടുത്തൊരു വളം ചെയ്താൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കുടുംബക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.